ഒട്ടും അഹങ്കരിക്കാതെ എളിമയുടെ മനോഭാവം ഇവിടെ ശ്രദ്ധിക്കേണ്ട എളിമയുടെ മനോഭാവം വളർത്തി എടുക്കണമെന്നൊരു ഭാവം ഇവിടെ കഴിഞ്ഞുപോയാൽ നമുക്ക് നൽകുന്നു. രണ്ടാമതായി രക്തകരമായി എളിമയിലേക്ക് തിരിയുക. യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് കന്യകമറിയാം വിശ്വസിനെ സന്ദർശിക്കുന്നത് സഭയുടെ പ്രതീകമാണ്. സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് രക്ഷയുമായി എളിമയിലേക്ക് തിരിയുക എന്നതാണ്. നമ്മൾ വായിക്കുന്നത് മുമ്പ് 46 മുതൽ 55 വാക്യങ്ങൾ മാഗ്നിഫിക്കറ്റ് അഥവാ മറിയാമിന്റെ പാട്ട് എന്ന് സഭ പാടുന്നു. എന്താണ് ഈ മറിയാമിന്റെ പാട്ട്? നമ്മൾ എന്താമത്തെ തീർന്നു. മറിയാം പറഞ്ഞതെന്നാൽ എന്റെ ദേവി കർത്താവിനെ പുകഴ്ത്തുന്നു, എന്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നവരായ ദൈവത്തെ സന്തോഷിച്ചു. എന്തെന്നാൽ നമ്മുടെ വാക്കുകൾ സാക്ഷി നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ടാൽ വിധുക്കൾ കേരളമെങ്കിൽ ഭാഗ്യം തരും. ഈ മറിയാമിന്റെ പാഠം എന്ന് പറയുന്നത് വെറുതെ ഒരു സ്തോത്രമത്തിലാണ് അല്ല. തന്റെ കാഠിന്യസ്ഥിതിയെ കടാക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം തോന്നിയിരിക്കുന്നു. അവർ ശക്തനും പരിശുദ്ധനുമാണെന്ന് കന്യാമറിയാം പുകഴ്ത്തി പാടുന്നു. ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ രാഷ്ട്രീയമായ വികാസം, വിനയത്തിലുള്ള കടാക്ഷം, അഹങ്കാരത്തിന്റെ തോൽവി, താഴെയുള്ള ഉന്നതി, അഹങ്കാരികളുടെ തകർച്ച, പട്ടിണിക്കാരുടെ സംതൃപ്തി, ജലാന്മാരുടെ വിശ്വസം എന്നീ കാര്യങ്ങളാണ് ഈ മറിയാമിന്റെ പാട്ട് ഇതിൽ ആശയങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ എന്നും എല്ലാ ഞായറാഴ്ചയും ഈ കാലം ആവർത്തിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നു. മറിയാമിന്റെ വ്യക്തിത്വത്തിലേക്കും വെളിച്ചം വീശുന്ന ഈ ഒരു പാട്ട് സഭയുടെ സന്ദേശത്തിലൂടെ. മൂന്നാമതായി രക്തത്തിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നു. കർത്താവിന് വഴിയൊരുക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന് തന്റെ പങ്ക് നിർവഹിക്കാൻ വേണ്ടിയാണ് മറിയാം രക്തത്തിന്റെ അടുത്തേക്ക് പോകുന്നത്. ഇതിലൂടെ ജനത്തെ തയ്യാറാക്കുന്നത് കന്യാമറിയാമിന്റെ പങ്ക് നിർവഹിക്കുന്നു. അങ്ങനെ രക്തത്തിനെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുക, അതിലൂടെ പരിശുദ്ധാത്മ നിലവിൽ ജനത്തെ ഒരുക്കുക എന്ന ലോകത്തിന്റെ പ്രതീകമായി നമുക്ക് കന്യാമറിയാമിനെ കാണാം. യഹൂദ ജനതയിൽ ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ആളാണ് യോഹന്നാൻ സ്നാപകൻ. കർത്താവിന്റെ മുന്നോടിയായിട്ടുള്ള ആളാണ് അദ്ദേഹം. കർത്താവിന്റെ വരവിന് പാതി ഒരുക്കിയ ആളാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മളെല്ലാം ഒരുക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. ഇനി ഇന്നത്തെ വേദഭാഗത്തു നിന്നും നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു പാഠം എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. നേരത്തെ സൂചിപ്പിക്കും മലയാളം എഴുതുന്നതിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളല്ല അല്ലേ? ഒരാൾ വളരെ പ്രായമുള്ള ഒരാളാണ്, ഒരാൾ ഒരു ബാലികയായി, ഒരാൾ മറ്റിയായിരിക്കും, ഒരാൾ കന്യകയായിരിക്കും, ഒരാൾ വിവാഹിതയും മറ്റൊരാൾ അവിവാഹിതയുമായി. എന്നാൽ ഇവർ രണ്ടുപേരിലും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരുപോലെ കാണുന്ന ഒരു കാര്യം ദൈവത്തിന് മുമ്പ് രണ്ടുപേർക്കും ഒരുപോലെ തെറ്റുകളാണ്. അതിലൊന്നും ആഗ്രഹിക്കാതെ ആ കിട്ടിയ ദൈവകൃപയിൽ അവർ എളിമയും വിനയവും ഉള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവരിൽ നമുക്ക് ഒരുപോലെ പിന്തുണക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് വലിയ കൃപകളെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചോദിച്ചാൽ നമ്മൾ കന്യാമറിയാമിനെ പോലെ എലിസബത്തിനെ പോലെ എളിമയും വിനയവും ഉള്ളവരായി തീരുമാനം കുട്ടികളെ നമ്മൾ പണ്ട് നിർത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ ദൈവം അവിടെ ദൈവം ഉറങ്ങി. ഈ കന്യാമറിയാമിനെയും എലിസബത്തിനെയും നമ്മൾ അവിടെ നിന്നത് താഴ്ന്ന ജനങ്ങളായി അല്ലേ? അതുകൊണ്ട് മാത്രമാണ് ദൈവം അവർ വൻ കൃപകളെ ചൊരിഞ്ഞു കൊടുത്തത്. ഇപ്പോൾ നമുക്ക് കന്യാമറിയാമിനെ ദൈവത്തിന്റെ തോത് കേൾക്കുന്നതിനാണ് ഗബ്രിയേലിലൂടെ സ്വപ്നത്തിലാണ് അല്ല നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടും കന്യാമറിയാം കടലിൽ സുഖമായിരിക്കും അല്ലെ? നേരിട്ട് ഗബ്രിയേൽ ദൈവത്തിന്റെ മാതാപിതാക്കൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് കന്യാമറിയാമിന്റെ അഹങ്കാരമാണ് ഇല്ല. അതിലൊന്നും അഹങ്കരിക്കാതെ നിഗളിക്കാതെ നമുക്ക് കന്യാമറിയാം എല്ലാം ദൈവത്തെ സമർപ്പിക്കുകയായിരുന്നു. എല്ലാം ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ കൂടുതലായിരുന്നു. നമ്മളെ അടുത്ത് നമ്മളൊരു വിഷയം കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ വിടുതൽ മഹാഘോഷം 100 ദിവസം 100 ദിവസമൊക്കെ കാണുന്നു. അപ്പം അങ്ങനെയുള്ളവർ വ്യത്യസ്തമായി ദൈവത്തിന്റെ കൃപകൾ, ദൈവം എന്ന കൃപകളെല്ലാം അത് ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് എളിമയും വിനയവും ഉള്ളൊരു ജീവൻ കന്യാമറിയാം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവഭയമുള്ള ഒരു മനുഷ്യകാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ഇടവരുത്തക്കണം വിനീതനുമായ വിശുദ്ധ സ്ത്രീകളുടെ ഇരുവരുടെയും കൂട്ടായ്മയും മധ്യസ്ഥതയും നമുക്ക് കൂട്ടായിരിക്കട്ടെ. അതിന് ദൈവത്തിന്റെ വിശുദ്ധ എന്നെയും ഇങ്ങനെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥനയെ ആശംസിക്കുകയും ചെയ്യുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ മോശമായിരിക്കും. ഒരിക്കൽ കൂടി ഈ ഒരു അവസരം തന്ന വികാരികളുടെ പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കൊടുക്കുന്നു.
ഒരു വാക്ക് നന്ദിയും അതോടൊപ്പം സന്തോഷവും ആശംസ അറിയിക്കാൻ ഞാൻ ഈ സമയമെടുക്കുക. നമ്മൾ കൃത്യമായി കേട്ടു, കുർബാന ഭക്ഷിക്കുമ്പോഴുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചു, ഇടയ്ക്ക് ഈ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിക്കുകയാണ്. അത് ആശയസമ്പുഷ്ടമായിരുന്നു. കൃത്യം 10 മിനിറ്റുകൊണ്ട് അവസാനിച്ചു. ഒരു പ്രസംഗത്തിന്റെ നല്ല ചാതുര്യം ജസ്റ്റിൻ എബ്രഹാം ഐസക്കിന് അപ്പോഴുണ്ട്. നിങ്ങളുടെ എല്ലാ സന്തോഷവും സ്നേഹത്തോടെ അറിയിക്കുന്നു. എല്ലാ ആശംസകളും നേടുന്നു.